ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയിൽ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ വിശ്വാസികൾ ഒരു മാസം മുഴുവനും കുടുംബങ്ങളിൽ നിന്ന്, ക്രൈസ്തവ സഭാ സമൂഹങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദിവ്യബലികൾ അർപ്പിക്കുവാനും ഒപ്പീസ് ചൊല്ലുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടോ, സഭ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ, വചനഗ്രന്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞിരിക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ധ്യാനിക്കാൻ വേണ്ടിയാണ് ഷെഖൈന ടെലിവിഷൻ ഇതുപോലെ ഒരു ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് 3 സാധ്യതകളാണ് സഭ പഠിപ്പിക്കുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഈ ഒരു അടിസ്ഥാന തിരുസഭാ പ്രബോധനത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് നിറവും ലഭിക്കാൻ വേണ്ടി നമുക്ക് അരൂപിയാൽ നിറയാൻ കവിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അരൂപിയാൽ നിറയാൻ കവിയാ വരുന്നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനത്താൽ നിറയാനായി വരും നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും ഞങ്ങൾക്കേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവെളിപാടാൽ നിറയാനായി വരും നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും ഞങ്ങൾക്കേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപമോചനം നേടാനായി വരും നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും ഞങ്ങൾക്കേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധന വിമുക്തി നേടാനായി വരും നിതാ ഞങ്ങൾ, അരൂപിതൻ വരവും കൃപയും ഞങ്ങൾക്കേകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ
വരം നേടാനായി വരും നിതാ ഞങ്ങൾ. അരൂപി തൻ വരവും കൃപയും ഞങ്ങൾ കേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരിച്ചവർക്കായി പ്രാർത്ഥിക്കാൻ വരും നിതാ ഞങ്ങൾ. അരൂപി തൻ വരവും കൃപയും ഞങ്ങൾ കേകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഒരു വെളിച്ചമുണ്ട്. കർത്താവ് എനിക്ക് നൽകിയ ഒരു വെളിപാടുണ്ട്. നമുക്ക് സഭയിൽ നമുക്ക് പരിചിതമായ ഒരു പ്രാർത്ഥനയാണ്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ യേശുമിശിഹ കർത്താവിൻ്റെ വലുതരാത്ത തിരിച്ചവരെക്കുറിച്ച് അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഞാനിത് ഏതാണ്ടൊരു 2 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന അർപ്പണവും ഒപ്പീസ് ചൊല്ലലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി ഞാൻ ദൈവാലയത്തിൽ മണിക്കൂറുകളും ദിവസങ്ങളും ഇരിക്കാനൊരു ഭാഗ്യം കിട്ടി. അമേരിക്കയിൽ ഞാനായിരുന്ന ആ സമയത്ത് അവിടെ ഇതുപോലെയുള്ള ശുശ്രൂഷകളുടെ വലിയ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ ഇഷ്ടംപോലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടും. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങൾ എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലിയത് എങ്ങനെയാണ് അതുപോലെ ഇപ്പം നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സകല മരിച്ചവരെ ഓർക്കുകയാണ്. ഓരോ ഗണത്തിൽപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവരെ, ബന്ധുക്കളെ, കുടുംബവർഷ ശാഖകളിൽപ്പെട്ടവരെ, ദുർമരണം പ്രാപിച്ചവരെ, അതുപോലെ അകാല മരണം പ്രാപിച്ചവരെ, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരെ, പ്രകൃതിക്ഷോഭങ്ങളിൽ മരിച്ചവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, ദുർമരണം പ്രാപിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞാൻ ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്തവരെ പള്ളി സെമിത്തേരിയിൽ അടക്കുന്ന ഒരു പതിവ് പോലുമില്ലായിരുന്നു. ഒരു പ്രത്യേക സ്ഥലം അവർക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. വളരെ മോശമായൊരു പേരും ആ സ്ഥലത്തിന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി സഭയിലില്ല. മരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷേ ആ മരണ നിമിഷത്തിൽ ഏതവസ്ഥയിലാണെന്ന് വിധിക്കാൻ നമ്മൾ ആരുമല്ല. ഒരു പക്ഷേ ആത്മഹത്യാശ്രമത്തിൻ്റെ അവസാന നിമിഷത്തിൽ അനുദപിച്ചിട്ടുണ്ടായിരിക്കാം, ഈശോയെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം, എന്നെ രക്ഷിക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, കരുണയ്ക്ക് വേണ്ടി യാചിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കരുണാസമ്പന്നനായ ദൈവം ആത്മാവിനെ കൈവിടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇന്ന് സഭ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെയും വിശ്വാസവും ബോധ്യവും. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമല്ല, എത്ര കാലം നമ്മൾ പ്രാർത്ഥിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചവർ 10-50 വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എത്രയോ കുർബാനകൾ അർപ്പിച്ചു. നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി, കുടുംബവൃക്ഷ ശാഖകളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ അറിവിൽപ്പെട്ട സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതാണ് കരണീയമായിട്ടുള്ളത്. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം.
മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാർപ്പാപ്പാമാരായി മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചുപോയ എല്ലാ മെത്രാന്മാരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചുപോയ എല്ലാ വൈദികരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചുപോയ എല്ലാ സന്യസ്തരുടെയും ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപകടങ്ങൾപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കൾ, ദുർമരണം വരിച്ചവരുടെ
ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കുടുംബജീവിതം നയിക്കുന്ന, ഏകസ്വ ജീവിതം നയിക്കുന്ന എല്ലാ ആത്മാരുടെയും ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒരുക്കമില്ലാതെ മരിച്ചവര്, വിശ്വാസക്കുറവിലോ പാപാവസ്ഥയിലോ മരിച്ചവരെ എല്ലാവരുടെയും ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളും ആരുടെയും പ്രാർത്ഥനാ സഹായം ലഭിക്കാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ചില അടിസ്ഥാന ദൈവിക വെളിപാടുകളെക്കുറിച്ച്, സഭാ പ്രബോധനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ സഭയുടെ പ്രബോധനങ്ങൾ മറ്റ് പല സുവിശേഷ പ്രഘോഷകരോട് നിങ്ങൾ ശ്രവിച്ചതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സംഭവം ഞാൻ ഓർത്തു. ഇന്ന് ഇങ്ങോട്ട് പോരുന്നത് തൊട്ടു മുമ്പാണ് എൻ്റെ മനസ്സിലേക്ക് ആ സംഭവത്തിൻ്റെ ഓർമ്മ വന്നത്. ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, ഇടവകയിൽ പൊതു ശുശ്രൂഷകളൊക്കെ നന്നായി സഹകരിക്കുന്ന, കോളേജ് അധ്യാപകനായിരുന്ന, ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുന്ന ഒരു സാറ് ഞാനൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അതിൽ കുറച്ച് നേരം അദ്ദേഹം അതിൽ പങ്കെടുത്തുള്ളൂ. കാരണം അദ്ദേഹം സംഘാടകരിൽ ഒരാളായിരുന്നതുകൊണ്ട് മുഴുവൻ നേരവും വചനം കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നല്ലൊരു മനുഷ്യനാണ്, ദൈവവിശ്വാസിയാണ്, കത്തോലിക്ക സഭയോട് കൂറും വിശ്വസ്തതയുള്ള ആളാണ്.
പ്രാർത്ഥനയുണ്ട്, അനുദിന ബലി മുടങ്ങാറില്ല. അദ്ദേഹം എൻ്റെ പ്രസംഗത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, അച്ഛൻ അറിയാമെന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായി അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താണ്? അച്ഛൻ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, ഏത്? അല്ല, നരകമുണ്ടെന്നും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും ഒക്കെ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, സ്വർഗമുണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല അച്ഛാ. ഈ ലോക ജീവിതം കഴിഞ്ഞ് നമുക്ക് സ്വർഗം കിട്ടും. മാത്രമല്ല അച്ഛാ, എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഈ ലോകത്തിൽ മനുഷ്യരായി ജനിച്ചവരെല്ലാം സ്വർഗത്തിലെത്തുമെന്ന് തന്നെയാണ്. അച്ഛൻ എന്ത് പറയുന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവപിതാവ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഏകപുത്രനെ ലോകത്തിലേക്ക് വിട്ടത് എന്ന് നമ്മളൊക്കെ വചനത്തിൽ ശ്രവിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ വചനം പഠിപ്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും സാറ് പറഞ്ഞതുപോലെയല്ല. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ആ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു അന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ വചന ശുശ്രൂഷ സമയത്ത് ഒരു കാര്യം പറയാനായിട്ട്, ഞാൻ നേരത്തെ വായിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ കുറിച്ചെടുത്തതുമായ ഒരു കാര്യം ജനങ്ങളോട് പറയാൻ എനിക്ക് തോന്നി. ഞാൻ ആ പറഞ്ഞ കാര്യം കുറേ അധ്യാപകരായിട്ടുള്ളവരും വിദ്യാഭ്യാസമുള്ളവരായവരും അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ സത്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, 2008 ഫെബ്രുവരി 7 വ്യാഴാഴ്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ റോമ അതിരൂപതയിലെ വൈദികർക്കുള്ള സമ്മേളനത്തിൽ വെച്ച് ഒരു വൈദികൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, എന്തേ ഇപ്പോൾ പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ, അല്ല ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതി മുതൽ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം തുടങ്ങി അടിസ്ഥാന പ്രബോധനങ്ങളെക്കുറിച്ച് കാര്യമായ പഠനങ്ങളോ അല്ലെങ്കിൽ ചാക്രിക ലേഖനങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ എന്ന അർത്ഥമുള്ള ഒരു ചോദ്യം ചോദിച്ചു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും അറിവുള്ള, പഠനമുള്ള, നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുള്ള ഒരു മാർപ്പാപ്പാണ്. അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, അത് ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ക്രിസ്ത്യാനികൾ ഈ ഭൂമിയെ അവഗണിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന മാർക്സിസ്റ്റ് വാദം കേട്ട് നാം അന്ധാളിച്ചു പോയി. മാർക്സിസം പറഞ്ഞു, അല്ലെ കമ്മ്യൂണിസത്തെ മുറുകെ പിടിക്കുന്നവർ പറഞ്ഞു, സഭയിലെ പ്രബോധനം നൽകുന്നവരും സഭയും വിശ്വാസികളും ഒക്കെ അങ്ങേ ലോകത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്, ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിലെ അനേകം ദുരിത മേഖലകളെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയോ അതിനുള്ള നടപടിക്രമങ്ങളിലോ ഒന്നും സഭ ഏർപ്പെടുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന് പറഞ്ഞ് അങ്ങേ ലോകത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആരോപണം ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആദർശ വിശ്വാസികൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കേട്ട് നമ്മൾ അന്ധാളിച്ചു പോയി എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തു. അങ്ങനെ നമ്മൾ ഭൂമിയുടെ മേൽ പ്രതിജ്ഞാബദ്ധരാണെന്നും ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് വ്യഗ്രതയുള്ളവരാണ്, ശ്രദ്ധാലുക്കളാണെന്നും വിദൂരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്നവരല്ലെന്നുമുള്ള കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. ഈ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നിത്യരക്ഷ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഞങ്ങൾ. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ദുരിത മേഖലകളെക്കുറിച്ച്, അതിൻ്റെ നഗ്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരും പരിഹാരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നവരുമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് ഇറങ്ങി. ഇന്ന് ക്രിസ്ത്യാനികൾ ഭൂമിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണെന്ന് ശരിയാണെങ്കിലും ഈ ഭൂമിയുടെ നിലനിൽപ്പിന്,
ഈ ലോക ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, വളർച്ചയ്ക്ക്, ഇതിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവരാണെന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തിനുള്ളതും ദൈവത്തിൻ്റേതുമായ ഒരു യഥാർത്ഥ നഗരമായി ഭൂമിയെ മാറ്റാൻ വേണ്ടി ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. ഈ ഭൂമിയെ സ്വർഗത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാൻ കടപ്പെട്ടവരാണ്. ഈ ലൗകിക ജീവിതത്തിന് ശേഷം ഒരു സ്വർഗമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വേണം ഈ ഭൂമിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ഈ ഭൂമിയെ ഒരു ഭൗമിക പറുദീസ ആക്കാൻ പരിശ്രമിക്കേണ്ടതുമെന്ന് മറക്കരുത്. ഇത് നന്നായി മനസ്സിലാക്കാതെ ഭൂമിക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി നമുക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് ഒരാൾ അറിയുന്നില്ലെങ്കിൽ, നരകത്തിൻ്റെ സാധ്യതയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ മൗലികവും നിർണായകവുമായ പരാജയത്തെക്കുറിച്ച് അറിയുന്നില്ല, സ്വർഗം നരകം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അറിയുന്നില്ലെങ്കിൽ ഈ ലോക ജീവിതം പരാജയപ്പെടുമെന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ചു. ശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ സാധ്യതയെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും അയാൾ അറിയുന്നില്ല. അങ്ങനെ ഭൂമിയിൽ നന്നായി ജോലി ചെയ്യുന്നതിന് മനുഷ്യൻ പരാജയമടയുന്നു. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം, ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, എന്നോട് സംസാരിച്ച കോളേജ് പ്രൊഫസർ പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വേണ്ടി എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്ന് ഞാൻ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നുള്ളവയെക്കുറിച്ച് തന്നെ കാര്യമായി തന്നെ ഒരു 2-3 മണിക്കൂർ നേരം 2 ദിവസങ്ങളായി ക്ലാസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ മതബോധന മേഖലയിലും ഇടവകയിലെ പള്ളിപ്രസംഗ വേളകളിലും ഈ അടിസ്ഥാന പ്രബോധനങ്ങൾ വൈദികരും മെത്രാന്മാരും നൽകേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, നൽകുന്നുണ്ടല്ലോ. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടോയെന്നൊന്നും പറയാനും വിധിക്കാനും ഞാൻ ആളല്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസരും പ്രവാചകരുമായ ദൈവ ശുശ്രൂഷകരിത് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള തെളിവുകളും എൻ്റെ അടുത്തുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കിന്ന് ആദ്യം തന്നെ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിക്കാം. മരണം എന്താണ്? അത് പറയണമെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകുക. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് മാതാപിതാക്കളുടെ സഹായത്തോടെ കുടുംബത്തിൽ ആദ്യം വന്ന് പിറക്കുന്നു. ഇതാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്ന ആദ്യത്തെ ദൈവവിളി. മനുഷ്യ കുഞ്ഞുങ്ങളാകാൻ, മനുഷ്യ മക്കളാകാൻ, മനുഷ്യ പൈതങ്ങളാകാൻ ഒരു വിളി കിട്ടുന്നു. ഇത് ദൈവത്തിൻ്റെ വിളിയാണ്. ഇതാണ് അടിസ്ഥാനപരമായി നമുക്ക് കിട്ടിയ ആദ്യത്തെ വിളി. ആ നിമിഷം അപ്പൻ്റെ അമ്മയുടെയും സ്നേഹ സംയോഗത്തിൽ നമ്മൾ ഉരുവാക്കപ്പെട്ട നിമിഷത്തിൽ കിട്ടിയ ആ ഒരു ആദ്യത്തെ ദൈവവിളി, മനുഷ്യ മക്കളാകാനുള്ള വിളി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവമക്കളാകാനുള്ള വിളി കിട്ടി, ദൈവ പൈതങ്ങളാകാനുള്ള വിളി കിട്ടി. മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിച്ച് പാപപരിഹാര ബലിയർപ്പിച്ച യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാൻ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ തിരുസഭയിൽ അംഗങ്ങളാകുവാൻ, യേശുവിലൂടെ ദൈവ പിതാവ് നൽകുന്ന എല്ലാ സമ്മാനങ്ങളും സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വളരാനുള്ള കൂട്ടായ്മയിലേക്ക്, നിത്യരക്ഷയുടെ പാതയിലേക്ക് കടന്നു വരാനുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്ന മാമോദീസായിലൂടെ അവിടെ നമ്മൾ 2ാം ദൈവവിളി സ്വീകരിക്കുന്നത് ദൈവമക്കളാകുന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് 3 ജീവിതാന്തസ്സുകൾക്ക് വേണ്ടി ഒരു വിളിയുണ്ട്. പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം. ഇതാണ് 3ാമത്തേത്. ഇത് 3ഉം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ മനുഷ്യമക്കളായി, പിന്നെ ദൈവമക്കളായി. ഇതാ ഇനി ചില ദൗത്യ നിർവഹണങ്ങൾക്ക് വേണ്ടി, ഉത്തരവാദിത്വ നിർവഹണങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള വരം സ്വീകരിക്കുന്നു. ഒന്നുകിൽ പൗരോഹിത്യ വരം, അല്ലെങ്കിൽ സന്യാസവരം, അല്ലെങ്കിൽ കുടുംബജീവിത വരം. ഏകസ്വ ജീവിതക്കാരും ആ കുടുംബജീവിത വരത്തിൻ്റെ മേഖലയിൽ തന്നെയാണ് വ്യാപരിക്കുന്നത്. ഇനി 4ാമതൊരു ദൈവവിളിയുണ്ട്. നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് മരണസമയത്ത് കിട്ടുന്ന വിളി.
അപ്പോൾ ഈ ലോകത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ശരീരത്തിന് രൂപം നൽകി. അപ്പച്ചൻ്റെ ബീജാണുവും അമ്മയുടെ അണ്ഡവും ചേർന്ന് എൻ്റെ ശരീരം രൂപം കൊണ്ടപ്പോൾ ഉൽപ്പത്തി 1:26 പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവ് എൻ്റെ ഈ ശരീരത്തിൻ്റെ ആദിരൂപത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഈ ആത്മാവ് ഈ ശരീരത്തിൽ സന്നിവേശിക്കപ്പെട്ട നിമിഷം തന്നെ ഞാനൊരു മനുഷ്യ പൈതലായി മാറി. ദൈവഛായയും ദൈവസാദൃശ്യവും സംവഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയായിരുന്നു ആ സമയത്ത് ഞാൻ. അപ്പോൾ ഒന്നാം ദൈവവിളി കിട്ടിയപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും സംവഹിക്കുന്ന മനുഷ്യ മക്കളായി ദൈവ കുഞ്ഞുങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം എത്ര കാലം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ അങ്ങനെ എത്ര കാലം ഈ ലോകത്ത് ജീവിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ചിലപ്പം 80 ആയിരിക്കാം, ചിലപ്പോൾ 8 ആയിരിക്കാം, 12 ആയിരിക്കാം, 100, 120 ആയിരിക്കാം. ദൈവം നിശ്ചയിച്ച സമയം കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടാകും. സങ്കീർത്തനം 139:16 ഒരു വചനം ഞാൻ വായിക്കാം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ 50, 80, 100, 120 അല്ലെങ്കിൽ 5, 8, 10 അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആകാം. അത് ദൈവ നിശ്ചയം. ആ നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനം 139:16 പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയം പൂർത്തിയാകുമ്പോൾ ഞാൻ ഉരുവാക്കപ്പെട്ട സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് ദൈവം സന്നിവേശിപ്പിച്ച ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. സഭാപ്രസംഗൻ 12:7. സഭാപ്രസംഗൻ 12:7. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും, ധൂളി എന്ന് പറഞ്ഞ പൊടി, അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു. ഇതാണ് മരണം. ഈ ലോകത്തിൽ ദൈവത്തോടൊപ്പം ജീവിച്ച, ദൈവഹിതപ്രകാരം ജീവിച്ച, ദൈവ ഐക്യത്തിൽ ജീവിച്ച ഒരാത്മാവ് മരണസമയത്ത് അതിൻ്റെ ദാതാവിൻ്റെ പക്കലേക്ക്, ആ ആത്മാവിൻ്റെ ഉറവിടത്തെങ്കിലേക്ക്, ഉറവയിലേക്ക് ഇതാ തിരിച്ചു പോവുക. ഇതാണ് മരണസമയത്ത് സംഭവിക്കുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങളിൽ, ജോബ് 34, 14, 15 വചനങ്ങളിൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വചനമുണ്ട്. അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തൻ്റെ ശ്വാസം തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങുകയും ചെയ്യും. പ്രഭാഷകൻ 17:2. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യന് നൽകിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, 1011 നമ്പറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയുമോ? മനുഷ്യനെ അവൻ്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. മരണസമയത്ത് നമ്മുടെ ആത്മാവ് ശരീരം വിട്ട് കഴിയുമ്പോൾ ഈ ആത്മാവ് ദൈവത്തെങ്കിലേക്കാണ് തിരിച്ചു പോകുന്നത്. വിശുദ്ധ കൊച്ചത്രസ്യ പുണ്യവതി പറയും, ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു മരണത്തെക്കുറിച്ച് ഭീതിയുള്ള ഒരു ഓർമ്മയും ചിന്തയുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. മരണഭീതി നമ്മളെ അലട്ടും. ഒരു കാര്യം തീർച്ചയാണ്, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവർ ജീവിതം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണ്. പക്ഷേ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള അറിവ് കിട്ടിയ വിശുദ്ധാത്മാക്കൾ
പൗലോസ്ലീഹായെ പോലെ തന്നെ ചിന്തിച്ചത്. എനിക്ക് ഈ ലോകത്തിലായിരിക്കാനും മരിച്ച ദൈവത്തോട് ഐക്യപ്പെടാനും ഒരുപോലെ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ദൈവത്തോടു കൂടി ആയിരിക്കുന്നതാണ്, മരിച്ച് അവിടത്തോടു കൂടി ആയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാനും ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്, പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട്, പാപത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്, പിശാചിനോട്, ഈ ലോകത്തോട്, ജഡത്തോടൊക്കെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ഐക്യപ്പെടൽ നടന്നു കഴിഞ്ഞാൽ ഇനി പ്രലോഭനമില്ല, ഇനി ലോകത്തിൻ്റെ പീഡകളില്ല, പിശാചിൻ്റെ പ്രലോഭനമില്ലെന്ന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള ഒന്നിനും, പിശാചിനോ മനുഷ്യർക്കോ ജഡത്തിനോ ലോകത്തിലുള്ള ഒന്നിനോ എന്നെ സ്പർശിക്കാൻ പറ്റില്ല, ഉപദ്രവിക്കാൻ പറ്റില്ല, വേദനിപ്പിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ മരിച്ചതിന് ശേഷമുള്ള ദൈവൈക്യത്തിലുള്ള ജീവിതമാണ് നമ്മുടെ സ്വപ്നമായിരിക്കേണ്ടത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കണം. അപ്പോഴാണ് മരണം ആസ്വാദ്യകരമായി തീരുന്നത്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും യാത്ര എങ്ങോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു രോഗപീഠകളൊക്കെ വരുമ്പോഴും മനസ്സുകൊണ്ട് മരിക്കാൻ ഒരുങ്ങും. മരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതത്തോട് മടുപ്പ് കാണിക്കുന്നതുകൊണ്ടല്ല. എൻ്റെ ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള നാളുകൾ തീർന്നോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചിലരുടെ വിശുദ്ധാത്മാക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും, നീ എന്നിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി, വരിക. അങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾ മരണത്തിന് മുമ്പ് ഞാൻ പോകേണ്ട സമയമായി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ചിലരൊക്കെ സമയം പോലും, ദിവസം മാത്രമല്ല സമയം പോലും അറിയുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ എപ്പോൾ വേണേലും മരിക്കാൻ സാധ്യതയുണ്ട്, മരിച്ചാൽ എൻ്റെ ആത്മാവ് ദൈവത്തിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ചിന്തയിലേക്കും അതിനെതിരായിട്ടുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനും അതിനെതിരായിട്ടുണ്ടാകുന്ന ഈ ലോകത്തിലെ സ്വാധീന വലയത്തിൽ പെടാതിരിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാവരും നേരിടേണ്ടി വരുന്ന ജഡത്തിൻ്റെയും പിശാചിൻ്റെയും ലോകത്തിൻ്റെയും സ്വാധീനങ്ങൾ മരിച്ച സ്വർഗത്തിലെത്തുന്ന ഒരു ആത്മാവിന് ഇനി നേരിടേണ്ടതില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഈ ലോക ജീവിതത്തെ കൂടുതൽ മധുരമുള്ളതാക്കി മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മടിയന്മാരാക്കി മാറ്റരുത്. ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, എന്തിനു പഠിക്കണം? ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, എന്തിന് ഞാൻ ഈ ജോലി ചെയ്യണം? ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, എന്തിന് ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് ചിന്തിച്ചാൽ ഞാനൊരു മടിയനായിത്തീരും. എന്നോട് സന്തോഷ് കരിമത്തർ ബ്രദർ പറഞ്ഞു, ഷെക്കിന ടെലിവിഷനിൽ നവംബർ 6-ാം തീയതി ഇതുപോലൊരു പ്രോഗ്രാം അച്ഛൻ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യാനായിട്ട് അച്ഛൻ ഇവിടെ വന്ന് പ്രസംഗിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയെന്ന് കരുതുക, ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ എത്ര കാലം ജീവിക്കുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇന്നോ നാളെയോ മരിക്കാം. എന്തിനാ ഇപ്പോൾ ഈ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി വാക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിങ്ങിന് വാക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചാൽ ഞാൻ ദൈവഹിതം അനുസരിക്കുന്ന ആളല്ല. മരണത്തിൻ്റെ നിമിഷം വരെയും നമ്മളെ ഏൽപ്പിച്ച ജോലി ദൈവഹിതപ്രകാരമുള്ള ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇനി ഈ ലോക ജീവിതം തുടങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാക്കപ്പെട്ടപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് മരണത്തിൻ്റെ വിനാഴികയിലെത്തുമ്പോൾ ആ മരണനിമിഷം വളരെയേറെ നിർണായകമായൊരു നിമിഷമാണ്. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു നിർവചനം, സ്വർഗം സമം ദൈവം എന്നാണ്. ഞാൻ ഈ ലോകത്തിൽ ദൈവത്തോടൊപ്പമാണ് ജീവിച്ചതെങ്കിൽ, ദൈവഹിതപ്രകാരമാണ് ജീവിച്ചതെങ്കിൽ, ദൈവേഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തില്ലെങ്കിൽ, ചിന്തിച്ചില്ലെങ്കിൽ, ആഗ്രഹിച്ചില്ലെങ്കിൽ, അതിനൊക്കെയാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത്. അതിനാണ് വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അതിനാണ് തിരുസഭയിൽ സജീവാംഗങ്ങളെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. കുടുംബത്തിൽ വിശുദ്ധ കഥാപാത്രങ്ങളായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ അത് തന്നെയാണ്. ദൈവ ഐക്യത്തിലാണ് ജീവിച്ചതെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയ ഈ ജീവിതത്തെ
ഭൗമിക പറുദീസായിലുള്ള ജീവിതമായി ഈ ലോകത്തിലെ സ്വർഗീയ ജീവിതമായി പരിഗണിക്കാം. ഇവിടെ ഞാൻ ദൈവൈക്യത്തിലാണ് ജീവിച്ചതെങ്കിൽ ഇതെൻ്റെ ഈ ലോകത്തിലെ സ്വർഗീയ ജീവിതമാണ്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിലെ സ്വർഗീയ ജീവിതം സാധ്യമായവർ, പിശാചിനോട് ഐക്യപ്പെടാത്തവർ, പിശാചിനോട് യെസ് പറയാത്തവർ, അഥവാ ബലഹീനതയിൽ പിശാചിനോട് യെസ് പറഞ്ഞ് അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ വഴിയിൽ പോയ ഒരു പാപനിമിഷമുണ്ടെങ്കിൽ ഉടനടി പശ്ചാത്തപിച്ച് ആ പാപത്തെയും അതിലൂടെ കിട്ടിയ സുഖങ്ങളെയും സൗഭാഗ്യങ്ങളെയും സമ്മാനങ്ങളെയും വെറുത്തുപേക്ഷിച്ച് യേശുവേന്ന് വിളിച്ചാൽ, യേശുവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ആ ആത്മാവിനെ യേശു സ്വീകരിക്കും. ആ ആത്മാവ് ദൈവപിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കും. അതാണ് സ്വർഗം. അതായത് സ്വർഗം ആരംഭിക്കുന്നത് മരണനിമിഷത്തിലല്ല, നരകം ആരംഭിക്കുന്നത് മരണനിമിഷത്തിലല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ വെച്ച് ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ നരക ജീവിതം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ വെച്ച് ഞാൻ ദൈവൈക്യത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ എൻ്റെ സ്വർഗ ജീവിതം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയും പൂർണ്ണതയുമാണ് മരണനിമിഷത്തിൽ കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ തുടർച്ചയും പൂർണ്ണതയുമാണ് മരണനിമിഷത്തിൽ കിട്ടാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ തമ്പുരാനോട് ഐക്യപ്പെട്ട് ജീവിച്ചെങ്കിൽ ആ ഐക്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നു സ്വർഗത്തിൽ എത്തുമ്പോൾ. സ്വർഗത്തിൽ എത്തുന്നതോടുകൂടെ പിന്നീട് അവിടെയുള്ള സൗഭാഗ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഈ ലോകത്തിൽ നമ്മൾ വിലപ്പെട്ടതെന്ന് കരുതുന്നതൊന്നും വിലപ്പെട്ടതല്ലെന്നും, നമ്മൾ അപ്രധാനമായി പരിഗണിക്കേണ്ടതല്ലാത്തതായി ചിന്തിച്ചിരുന്ന പലതും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മരണത്തിൻ്റെ നിമിഷത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ആ നിമിഷത്തിൽ നമ്മൾ പാപത്തോടെയാണ് ഈ ലോകത്തിൽ ജീവിച്ചതെങ്കിൽ ഈ പാപം നമ്മുടെ മുമ്പിൽ ഒരു ക്ലെയിമുമായിട്ട് പിശാച് അവതരിപ്പിക്കും. പിശാചിനറിയാം ഞാൻ അവൻ്റെ ഹിതപ്രകാരം ഈ ലോകത്ത് ജീവിച്ചു. ഇനിയിപ്പോൾ മരണത്തിൻ്റെ സമയത്ത് അവൻ പറയുന്നു, നീ എൻ്റേതാണ്, യു ബിലോങ് ടു മീ, യു ഹാഡ് എ കോൺട്രാക്ട് വിത്ത് മീ. ഞാനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ എൻ്റേതാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കാമെന്നറിയാമോ? ആ മരണത്തിൻ്റെ സമയത്ത് എൻ്റെ ആത്മാവിനെ പിശാച് അവൻ്റെ പൈശാചികതയിലേക്ക് പിടിച്ചെടുക്കുക ചെയ്യുന്നത്. ദൈവമല്ല എന്നെ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവം എൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ച് കാത്തിരുന്ന ദൈവമാണ്. പക്ഷെ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ പോലും ഈ ലോകത്തിൽ ബലിയാക്കി മാറ്റിയ, നമ്മുടെ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാര ബലിയായി തീർന്ന യേശുവിലൂടെ എന്നെ രക്ഷിക്കാൻ ആഗ്രഹിച്ച എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിക്കളഞ്ഞു. പക്ഷെ അന്ന് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വന്ന സാത്താൻ്റെ നിമന്ത്രണങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. അവൻ്റെ വാക്കുകൾ ദൈവ വചനത്തെക്കാളും വിലപ്പെട്ടതായി ഞാൻ പരിഗണിച്ചു. ഇതാണ് ഏദൻ തോട്ടത്തിൽ അരങ്ങേറിയ പാപത്തിലും കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വചനങ്ങളിൽ ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളെയും പഴങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാ സ്വാഭാവികമായ നന്മകളും ആസ്വദിക്കാം, എന്നാൽ പിശാചിൻ്റെ അടുക്കലേക്ക് പോകരുത്. അതാണ് വിലക്കപ്പെട്ട കരുതിൻ്റെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നന്മ തിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴമെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സാന്നിധ്യം, അവൻ്റെ സമ്മാനം, അവൻ കൊടുക്കുന്ന സുഖങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഇതൊക്കെയാണ്. അതിലേക്ക് പോകരുത് എന്നാണ് ദൈവം കൽപ്പിച്ചത്. ഇതായിരുന്നു ആദ്യ കൽപ്പന. പക്ഷേ ആദ്യ മാതാവ് ഹൗവ എന്താ ചെയ്തത്? സാത്താൻ്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ സാത്താൻ അവൻ്റെ പൈശാചിക വചനം ഹൗവയുമായി പങ്കുവെച്ചു.
തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുന്ന ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ ഒരു വലിയ പാപം ചെയ്തു. അതാണ് ആദ്യ മാതാപിതാക്കളുടെ ഭീകരമായ പാപത്തിൽ ഒരു മേഖല. ദൈവം മനുഷ്യമക്കൾക്കായി നൽകിയ ഒരു ദൈവിക വെളിപാട് ഹവ്വ പിശാചുമായി പങ്കുവെച്ചു, ഷെയർ ചെയ്തു. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പന്നിയുടെ മുമ്പിൽ മുത്തെറിഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നത് പോലെ ദൈവം മനുഷ്യമക്കളുടെ സ്വർഗീയ ജീവിതത്തിനു വേണ്ടി നൽകിയ വെളിപാട്, ആ തിരുവചനം, അത് പിശാചുമായി പങ്കുവെച്ചപ്പോൾ പിശാച് ഹവ്വയുടെ മനസ്സിലേക്ക് ഈ വചനത്തിന് ദുർവ്യാഖ്യാനം വിളമ്പിക്കൊടുത്തു. ദൈവവചനത്തെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് പൈശാചിക സന്ദേശത്തെ ഹവ്വയുടെ മനസ്സിൽ കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ആത്മാവിൽ കറമൂടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പിശാചുമായിട്ടുള്ള സംസർഗം വഴിയും അവനോടുള്ള ചില ബന്ധങ്ങൾ വഴിയും നമ്മുടെ ഉള്ളിലേക്ക് പിശാചിൻ്റെ പൈശാചിക പ്രബോധനങ്ങളും അവൻ്റെ ശക്തിയും അവൻ്റെ സ്വാധീനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തന്നെ എന്താ നഷ്ടപ്പെടുന്നത്? ആ ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അവളുടെ ദൈവ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അതോടുകൂടി കുടുംബ കൂട്ടായ്മയും തകർന്നു. അതുകൊണ്ടാണ് പിന്നീട് ദൈവത്തിൻ്റെ മുമ്പിൽ ഭർത്താവിനെ അവൾ കുറ്റപ്പെടുത്തിയത്. അല്ല, പിശാചിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ സംഭവിച്ചത് ഈ കുടുംബ കൂട്ടായ്മയും ദൈവ കൂട്ടായ്മയും തകർന്നുകൊണ്ടാണ്. സാത്താൻ്റെ കൂട്ടായ്മ വന്നപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ മരണനിമിഷം നിശ്ചയിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ദൈവ കൂട്ടായ്മയിൽ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. സാത്താനുമായിട്ടുള്ള കൂട്ടായ്മയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാകും. ഈ മരണനിമിഷത്തിൽ ഞാൻ പാപം വഴി പിശാചുമായി ചെയ്ത ഈ ഉടമ്പടി ബന്ധമുള്ളതുകൊണ്ട് അവൻ എൻ്റെ ആത്മാവിനെ സ്വന്തമാക്കും. ദൈവം വലിച്ചെറിയുന്നതല്ല, ഞാൻ എടുത്തു ചാടിയതല്ല. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ സാത്താനോട് ഐക്യപ്പെട്ടതുകൊണ്ട് എനിക്ക് കിട്ടിയ ദുരന്തമാണത്, ദുരന്തഫലമാണ്. ഈശോ പറഞ്ഞല്ലോ, നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. ഇപ്പം ഞാൻ എന്താ വിധിച്ചത്? എനിക്ക് സാത്താനെ മതി, എനിക്ക് ദൈവത്തെ വേണ്ട. ആ മരണസമയത്ത് ആ വിധി ഇപ്പം എന്നെ വേട്ടയാടുന്നു. ഇവിടെ പാപം തന്നെ വേട്ടയാടുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിശാച് എന്നെ സ്വന്തമാക്കാൻ കാരണം ഞാൻ തന്നെ പിശാചിന് എന്നെ തന്നെ വിട്ടുകൊടുത്തു, തീർന്നെഴുതി കൊടുത്തു. അതുകൊണ്ടാണ്. അപ്പോൾ മരണനേരത്ത് ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിച്ച ഒരാത്മാവിന് കിട്ടാൻ പോകുന്നത് ദൈവ ഐക്യമാണ്. ദാറ്റ് സോൾ വിൽ ബിക്കം വൺ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ ലയിക്കുന്ന, ദൈവത്തോട് ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആത്മാവ് വരും. ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി, വ്യതിരക്തത അതുണ്ട്. നമ്മളും ദൈവവും തമ്മിൽ വ്യത്യാസം അവിടെയുണ്ട്. ഞാൻ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടാവാണ്. പക്ഷേ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയിൽ ലയിക്കുന്ന സമയമാണത്. പക്ഷെ ഞാൻ സൃഷ്ടിയായി തന്നെ ദൈവത്തോടൊപ്പമായിരിക്കും. ഞാൻ അവിടെ മാലാഖമാരുടെ അവസ്ഥയിലേക്ക്, ദൈവ ഐക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം CCC 1024 എന്ന് വായിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1024. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം, കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണ് സ്വർഗം. ഇവിടെ തുടർന്ന് പറയുകയാണ്, ഞാൻ അത് ഒന്നുകൂടെ വിശദീകരിക്കാം. സ്വർഗത്തിലുള്ള പരിശുദ്ധ ത്രിത്വം, വിശുദ്ധരായിട്ടുള്ള ആത്മാക്കൾ, ഈ നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധർ, കാനനൈസ്ഡ് സെയിൻസ് മാത്രമല്ല, ആരെല്ലാം മരിച്ച് സ്വർഗത്തിലെത്തി അവരെല്ലാവരും, മാലാഖമാർ, ഈ പരിശുദ്ധ ത്രിത്വത്തോടും മാലാഖമാരുടെ വിശുദ്ധരോടുമുള്ള ഒരു കൂട്ടായ്മയിൽ ഈ വിശുദ്ധരുടെയും ഈ മാലാഖമാരുടെയും അവസ്ഥയിലേക്ക് ഞാൻ ഉയർത്തപ്പെടുകയും ദൈവൈക്യത്തിലേക്ക് വരികയും ചെയ്യുന്നു. എന്തെല്ലാം നന്മകൾ, ഐ റിപ്പീറ്റ്, എന്തെല്ലാം നന്മകൾ, സൗഭാഗ്യങ്ങൾ ദൈവത്തിലുണ്ടോ അതെല്ലാറ്റിനും പങ്ക് എനിക്കും കിട്ടും. ഞാൻ ദൈവമായി തീരില്ല, പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ സമ്മാനങ്ങളും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും എനിക്ക് ആ നിമിഷം അനുഭവിക്കാൻ പറ്റും. അത് സമയമോ കാലമോ സ്പേസ് എന്ന് പറയുന്ന ഈ നമ്മുടെ ലോകമൊന്നുമില്ല. അവിടെ നിത്യതയിലേക്ക്, ഇറ്റേണിറ്റിയിലേക്ക്
ഇറ്റേണൽ ലൈഫിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ അവിടെ വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്, പരിശുദ്ധ ത്രിത്വമുണ്ട്. ഇനി അടുത്തത് CCCയിലെ അടുത്ത പോയിന്റ് കൂടെ പറയുകയാണ്, മനുഷ്യൻ്റെ ആത്മീയ അഭിലാഷങ്ങളുടെ പരമാന്ത്യവും നിറവേറലുമാണ് സ്വർഗം. ഒരു മനുഷ്യന് ആത്മീയമായിട്ട് എത്രമാത്രം പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ, വളരാൻ പറ്റും, ആ വളർച്ചയിലേക്ക് ഈ ആത്മാവ് എത്തുന്നു. ഇത് കൂടുതൽ ഇനി പൂർണ്ണമാകാനില്ല. എൻ്റെ സ്വർഗീയ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കണമെന്ന് ഈശോ പറഞ്ഞല്ലേ. ഈ സ്വർഗീയ പൂർണ്ണത നമുക്ക് സ്വർഗത്തിലാണ് കിട്ടുന്നത്. അവിടെ അതിൻ്റെ പരമാന്ത്യവുമാണ്, മാത്രമല്ല അതിൻ്റെ നിറവേറലും അവിടെ നടക്കുകയാണ്. ഇനി അടുത്തത് പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. ആ ഒരു ജോയ്, ആ സന്തോഷം, അത് നമുക്ക് ഈ ലോകത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യ, നമുക്ക് പറ്റില്ല. ഒരിക്കലും ഒരു സ്വർഗീയ ദർശനം കിട്ടിയ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ ഞാൻ മെജ്ഗോറിയിൽ വെച്ച് കണ്ടെത്തി. മെജ്ഗോറിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷം നടന്ന് ആ ഒരു സ്ഥലത്ത് അവർ ആ ഒരു മലയുടെ മുകളിൽ രാവിലെ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരുന്നതാണ്. അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. നട്ടുച്ച വെയിൽ കടന്നുപോയി. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ, എൻ്റെ ടീമിൻ്റെ കൂടെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഈ സിസ്റ്റർ ലയിച്ചങ്ങനെ ഇരിക്കുകയാണ്. അന്ന് സന്ധ്യയായി. അപ്പോൾ സ്വാഭാവികമായ മനുഷ്യൻ്റെ ശാരീരികമായ പല ആവശ്യങ്ങളും ഒക്കെ വരുമല്ലോ, വിശപ്പ്, ദാഹവും മറ്റ് പല കാര്യങ്ങളും. ഇതൊന്നും ഈ സിസ്റ്ററിനെ അലട്ടുന്നില്ല. സിസ്റ്റർ പോളണ്ടിൽ നിന്ന് വന്നതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്. അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടെ നിന്നാണ് കോൺവെൻറ്റിൽ ചേർന്നത്. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ലയിച്ച് ഇരിക്കുകയാണ്. വൈകുന്നേരം 7 മണിയായപ്പോൾ ചിലർ വന്ന് സിസ്റ്ററെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പം സിസ്റ്റർ കണ്ണു തുറന്നു. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ താഴേക്ക് ഇറങ്ങി വരാൻ നേരത്ത് ആ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ചവർ മറ്റ് ചില ജോലികൾക്കാണ് പോയതുകൊണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള 1-2 പേരെയും സിസ്റ്ററെ പിടിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ ഒരുങ്ങിയപ്പം സിസ്റ്റർ പറഞ്ഞ് പിടിക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോളണ്ടിൽ നിന്നാണ്, റഷ്യയിൽ കുറച്ച് കാലം ജോലി ചെയ്തു, എനിക്ക് പല ഭാഷകളറിയാം, അമേരിക്കയിൽ എനിക്ക് ജോലി കിട്ടി, പക്ഷെ അവിടെ നിന്നാണ് ദൈവം എനിക്ക് തിരുമുഖ ദർശനം തന്നത്. ഞാൻ ദൈവത്തെ ശരിക്ക് കണ്ടു. എൻ്റെ ഈശോ എത്രമാത്രം മനുഷ്യമക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്ന് വരെ ജീവിച്ചിരുന്നത് ഒത്തിരി പാപങ്ങളിലായിരുന്നു. ജഡത്തിൻ്റെ പാപങ്ങളൊന്നുമല്ല, വെറുപ്പും അസൂയയും അഹങ്കാരവും. പക്ഷെ എനിക്കൊരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. എൻ്റെ ശരീരത്തിൽ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രലോഭനത്തിനും ഞാൻ എന്നെ തന്നെ എറിഞ്ഞു കൊടുത്തില്ല. എന്നെ വീഴിക്കാൻ വേണ്ടി ഒത്തിരി പേര് വന്നു. ഈ സഹോദരി നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്, നല്ല നിറവും നല്ല ശരീരപ്രകൃതിക്കുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ അനേകം പുരുഷന്മാർ പ്രലോഭനമായിട്ട് വന്നിട്ടോ അതിലൊന്നും വീണില്ല. പക്ഷേ അസൂയ, ദേഷ്യം, ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പൻ സ്നേഹമില്ലാത്തവനായിരുന്നതിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള വെറുപ്പും അനേകം തിന്മകൾ, പിന്നെ കുറേ അഹങ്കാരം ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ട് ഇതൊക്കെ എല്ലാം വെയിലത്തെ ഇല കരിഞ്ഞു പോകുന്ന പോലെ ഓരോന്നായിട്ട് കരിഞ്ഞു പോയി എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. എല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. ഈശോ എനിക്കൊരു ദർശനം തന്നതിന് ശേഷം എനിക്ക് ദൈവാലയത്തിൽ മണിക്കൂറുകൾ ഇരുന്നാൽ ഞാൻ ശരിക്കും സ്വർഗം കാണുന്നുണ്ട്. അവിടെയുള്ള വിശുദ്ധാത്മാക്കളെയും അവരനുഭവിക്കുന്ന ആനന്ദവും എനിക്ക് കിട്ടും. ആ സമയത്ത് എൻ്റെ ശാരീരികമായ എല്ലാ കാര്യങ്ങളും സസ്പെൻഡായി പോകും. പിന്നെ എനിക്ക് അവിടെ വിശപ്പ്, ദാഹമില്ല, ജൈവ പ്രക്രിയ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന പോലും ഞാൻ അറിയുന്നില്ല. യാതൊരു കാര്യവും എനിക്ക് ആവശ്യമില്ല. സാധാരണയൊക്കെ നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോകേണ്ടതല്ലേ, അതൊന്നും ആവശ്യമില്ല. ചിലപ്പോൾ 3 ദിവസം വരെ സിസ്റ്റർ അങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സഭയിലുള്ള സിസ്റ്റേഴ്സിനെ അറിയാവുന്നതുകൊണ്ട് അത് അനുവാദം കൊടുക്കുകയും ചെയ്യും. ആദ്യമൊക്കെ അധികാരികൾക്ക് വലിയ തർക്കം ഉണ്ടായിരുന്നു, ഇത് ശരിയാണോന്നോ. പക്ഷേ ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമുള്ള വലിയ ആനന്ദത്തിലേക്ക് വരും. ഇവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1024 പറഞ്ഞത് പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അവസ്ഥയത്. ഈ സിസ്റ്റർ പറയുകയാണ്, എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറാൻ ഇഷ്ടമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കത് വെറും വൈകാരികമായൊരു സന്തോഷമല്ല, ആത്മാവിങ്ങനെ നിറതിരിയായിട്ട് കത്തി നിൽക്കുന്ന, ജ്വലിച്ച് നിൽക്കുന്ന ഒരു വലിയ
സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്ന പോലെ ആത്മാവ് ജ്വലിച്ച് നിൽക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. ഇനി ഒരു പോയിന്റും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവിടുന്ന് ജീവിക്കുന്നു എന്ന് ഫിലിപ്പിയർ 1:23 എഴുതിയിരിക്കുന്നു. ഇനി അവസാനമായിട്ട്, എന്നാൽ അങ്ങനെ സ്വർഗത്തിൽ എത്തുന്നവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു. വെളിപാട് 2:17 വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഈ സ്വർഗത്തിൽ എത്തുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇവിടെ വെച്ച് ആരംഭിക്കണം. ദൈവ ഐക്യമാണത്, ദൈവവുമായി ഒന്നാകുന്ന ഒരവസ്ഥയാണത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1026 CCC 1026 അത് പറഞ്ഞിരിക്കുക, ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടും കൂടി സ്വന്തമാക്കുന്ന അനുഗ്രഹീതരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാക്കുന്നു. പരിപൂർണമായ യേശുവിൽ ഒന്നുചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. എനിക്ക് ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വശത്തുനിന്നൊരു അഭിപ്രായം പറയാനുള്ളത്, പരിപൂർണമായിട്ട് യേശുവിൽ ഒന്ന് ചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. അതിൻ്റെ തുടക്കം ഇവിടെ വെച്ച് തന്നെ നടക്കണം. സ്വർഗം ഇവിടെ വെച്ച് ആരംഭിക്കുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞൊരു സ്വർഗം കിട്ടുമെന്ന് കരുതരുത്. ഇവിടെ വെച്ച് തന്നെ സ്വർഗം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവിതം ആരംഭിക്കണം ഇവിടെ വെച്ച് തന്നെ. ഇവിടെ വെച്ച് തന്നെ ആ സ്വർഗീയ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ ഞാനൊരു പുതുജന്മം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടണം. സാത്താൻ എത്ര വലിയ സൗഭാഗ്യങ്ങളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പിൽ മായിക സ്വപ്നങ്ങളുമായിട്ട് വന്നാലും, എൻ്റെ ജഡത്തെ എത്ര സന്തോഷിപ്പിക്കുന്നതാണെങ്കിലും, ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധി എനിക്ക് തരുന്നതാണെങ്കിലും അതിനോടെല്ലാം നോ പറയാൻ, എനിക്ക് എൻ്റെ സ്വർഗീയ ജീവിതത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു ലൗകിക ഭൗതിക ശാരീരിക സമ്മാനവും സുഖവും വേണ്ട എന്ന് പറയാൻ തക്ക വിധം ഞാൻ വളരണം. അതാണ് ഈ സ്വർഗീയ പിതാവിൻ്റെ പൂർണ്ണതയ്ക്കുള്ള വളർച്ചയുടെ ഒരവസ്ഥ. നമ്മൾ ജഡത്തിൻ്റെ സുഖമോ ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധിയിലൂടെ കിട്ടുന്ന സുഖമോ സ്ഥാനമാനങ്ങളിലൂടെ കിട്ടുന്ന സുഖമോ എൻ്റെ ഇച്ഛയ്ക്കൊത്ത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാം സംലഭ്യമാകുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദം, അതിൻ്റെ സുഖമോ ഒന്നുമല്ല. ദൈവേഷ്ടം അനുഷ്ഠിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, ദൈവ വഴിയിലൂടെ ചരിക്കുമ്പോൾ, ദൈവവചനം എൻ്റെ ഭക്ഷണമായി മാറുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ കൂദാശയിലൂടെ എൻ്റെ ജീവൻ്റെ അപ്പമായി മാറുമ്പോൾ എനിക്ക് ഈ ലോകത്തിൽ ദൈവ ഐക്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. അത് പൂർണ്ണതയായിട്ടില്ല, എപ്പോൾ വേണേലും വീഴാം. പക്ഷേ വീഴാൻ ഞാൻ മനഃപൂർവ്വം സമ്മതിക്കുകയില്ല. ഞാൻ ആ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചാവരുൾ എഴുതിയിരിക്കുന്ന പുസ്തകം അത് ഞാൻ വായിച്ചു ഒരിക്കൽ. മെൽബണിൽ വെച്ച് ഞാൻ ആ പുസ്തകം കണ്ടപ്പോൾ ഞാനതെടുത്ത് വായിച്ചു. അപ്പോൾ അതിൽ അത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്നെ അങ്ങേയറ്റം സ്പർശിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മരിക്കാൻ പോവുക. അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ് അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ചാവറയച്ചൻ അവസാനമായിട്ട് പറയുകയാണ്, എൻ്റെ മാമോദീസായിലൂടെ എനിക്ക് കിട്ടിയ കൃപാവരം ഒരു പാപം വഴി പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന ആത്മീയ പിതാവ് പോലും വിതുമ്പി കരഞ്ഞുപോയി. അദ്ദേഹം ഒരുപക്ഷെ കരഞ്ഞത് എനിക്കങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഞാനും അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം അതുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതെന്താ ഉള്ളത്? അദ്ദേഹം ആരാണ്? CMI എന്ന് പറയുന്ന കർമ്മലീത്ത മിഷണറിമാരുടെ ആ സമൂഹത്തിന് രൂപം കൊടുത്ത, കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അനേക കോടികളുടെ നിത്യജീവിതത്തെ കെട്ടിപ്പടുത്ത, അറിവിൻ്റെ മേഖലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ, സാംസ്കാരികമായ അനേകം തിന്മകളിൽ നിന്ന്
ഈ ലോകത്തിൽ അനേകം തിന്മകളിൽ നിന്ന് ജനതകളെ വിമോചിപ്പിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അത്രമാത്രം ഈ ലോകത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, ലോകത്തിലെ അനേക കാര്യങ്ങൾ വ്യാപൃതനായിരുന്ന ഒരാൾ എന്താ ചെയ്തത്? അദ്ദേഹം തൻ്റെ മാമോദിസ കൂദാശരുടെ കിട്ടിയ കൃപാവരം ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല. എൻ്റെ ദൈവമേ, അതിനേക്കാളും വലിയൊരു ഭാഗ്യമുണ്ടോ? അങ്ങനെ ഒരു കൃപാവരവും നഷ്ടപ്പെടുത്താതെ ഈ ലോകത്ത് ജീവിച്ച് ദൈവൈക്യത്തിൽ ജീവിച്ചിട്ട് മരിക്കുന്ന വ്യക്തി സത്യത്തിൽ മരിക്കുകയല്ല. ഇവിടെ ഈ ലോകത്തിൻ്റെ ജീവിക്കാനായി ദൈവം തന്ന ഒരു ശരീരം ഇവിടെ ഊരിയിട്ടിട്ട് ഈ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്, ദൈവത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രബോധനം നൽകിയപ്പോൾ പറഞ്ഞു, ഒരാത്മാവ് ശരീരത്തിൽ വേർപെടുമ്പോൾ വെറും ഒരു സ്പിരിറ്റ് മാത്രമല്ല വേർപിരിഞ്ഞു പോകുന്നത്. പ്രത്യുത ആ വ്യക്തി ജീവിച്ച കാലത്ത് നേടിയ സകല അറിവുകളും അതിൻ്റെ ഓർമ്മകളും തൻ്റെ എല്ലാ ഈ ആന്തരികമായ തലത്തിൽ കിട്ടിയ അറിവുകളും അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളും എല്ലാം ഉള്ള ഒരു പൂർണ്ണ വ്യക്തി, ജൈവ ശരീരം ഒഴികെ ബാക്കി എല്ലാറ്റിലും പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ് ഈ വേർപിരിഞ്ഞു പോകുന്നത്. എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് എക്സെപ്റ്റ് ദ ബയോളജിക്കൽ ബോഡി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ പോകുന്ന ആത്മാവ് ഇവിടെ വെച്ച് പാപം വഴി, മാരക പാപം വഴി സാത്താനോട് യെസ് പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞ് പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തിയ, ദൈവൈക്യം നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മാവാണെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്നറിയാമോ? പിശാച് ഈ ആത്മാവിനെ സ്വന്തമാക്കുക ചെയ്യുന്നത്. നരകത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1033 പറയും, നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നാണ്. ദൈവത്തോടും വിശുദ്ധരോടും ഒത്തമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. ഒരാത്മാവ് പിശാചുമായി ഐക്യപ്പെടുന്ന അവസ്ഥയാണ്. അതോടുകൂടി ഈ ആത്മാവ് പിശാചായി മാറുകയല്ല. ആ ആത്മാവ് പിശാച് ആത്മീയമായ എല്ലാ നന്മകളും ഈ ആത്മാവിൽ ചോർത്തിയെടുത്തതാണ്, ചോർത്തിക്കളഞ്ഞതുമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ആത്മാവിനെയും ഒരു വ്യക്തിയെയും പിശാചിന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സഹകരണമോ സമ്മതമോ കൂടാതെ നശിപ്പിച്ച് സ്വന്തമാക്കാൻ പറ്റില്ല. ഒരു ആത്മാവിനെയും ഒരു മനുഷ്യ വ്യക്തിയെയും അയാളുടെ സഹകരണമോ സമ്മതമോ ഇല്ലാതെ പിശാചിന് അവൻ്റെ ശക്തി പരമാവധി ഉപയോഗിച്ച് പോലും സ്വന്തമാക്കാനോ ദൈവത്തിൽ അകറ്റിക്കൊണ്ടു പോകാനോ പറ്റില്ല. പിശാച് നമ്മളെ നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ അത്ര അർത്ഥമില്ല. കാരണം എന്തറിയോ? പിശാച് എന്നെ നശിപ്പിക്കാൻ ഞാൻ അനുവദിച്ചു എന്നുള്ളത് എൻ്റെ പാപമാണ്. അതാണ് എൻ്റെ നിത്യനാശത്തിനും സ്വർഗനഷ്ടത്തിനും ദൈവനഷ്ടത്തിനും കാരണം. ഞാൻ പിശാചിനോട് യെസ് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മേലെ അവകാശം കിട്ടി, ക്ലെയിം കിട്ടി, അവൻ എൻ്റെ മേലെ അധികാരം ചെലുത്തി, അവൻ്റെ സ്വാധീനങ്ങളും അവൻ്റെ നിയന്ത്രണങ്ങളും എന്നിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ എനിക്ക് ദൈവം തരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗീയ സമ്മാനങ്ങളിലേക്കുള്ള നമ്മുടെ വളരാനുള്ള അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുക എന്ന്. പ്രിയപ്പെട്ടവരെ, നരകമെന്ന് പറഞ്ഞാൽ പിശാചിനോടൊരു ആത്മാവ് ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. പിശാചായിത്തീരുകയല്ല, പിശാചിനോടൊന്നായിത്തീരുന്നു. പിശാചിൻ്റെ എല്ലാ സമ്മാനങ്ങളും കിട്ടും. അത് യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. ഈ സാത്താൻ എല്ലാ കൃപാവരങ്ങളും മോഷ്ടിച്ച് നമ്മെ കൊന്ന് നശിപ്പിക്കുന്നു. ഇതാണ് നരകം. ഇനി ചില വ്യക്തികൾ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിൽ അവർ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിക്കാൻ അവർ പരിശ്രമിച്ചു. പൂർണ്ണമായിട്ടും അവർ ദൈവത്തെ ഉപേക്ഷിച്ചില്ല.
പക്ഷേ ബലഹീനതയാൽ അവർക്ക് ചില തെറ്റുകൾ സംഭവിച്ചു, അപൂർണതകൾ സംഭവിച്ചു. ഈ അപൂർണതകൾ അവരിൽ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് പൂർണ്ണനായ ദൈവത്തിന്, പരമപരിശുദ്ധിയായ ദൈവത്തിന് അപൂർണതകളുള്ള, പരിശുദ്ധിയില്ലായ്മയുള്ള ഈ ആത്മാവിനെ തന്നിലേക്ക് ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കരുണാസമ്പന്നനായ ദൈവം, സ്നേഹനിറകുടമായ ദൈവം, ഈ ആത്മാവിന് വേണ്ടി സ്വന്തം പുത്രനെ ഒരു ബലിയായി സമർപ്പിക്കാൻ പോലും തയ്യാറായ ദൈവം, അത്രമാത്രം ഈ ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവം, അവിടുത്തെ സ്നേഹത്തിൽ, ഈശോയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യതയിൽ ഈ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. അത് പലതരത്തിലുള്ള വാക്കുകളിലൂടെ, മനുഷ്യഭാഷയിലുള്ള വാക്കുകളിലൂടെ, ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി എന്നൊക്കെ പറയും. അതൊരാത്മാവ് അനുഭവിക്കുന്ന വേദനയാണ്. ഈ ആത്മാവ് ദൈവ ഐക്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രോസസ്സിലാണ്. അതുകൊണ്ട് ആത്മാവിന് നിരാശയില്ല. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നിരാശയിലല്ല, അവർ പ്രത്യാശയിലാണ്. ഓരോ നിമിഷവും, ഓരോ ദിവസവും അവർ സ്വർഗത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവ ഐക്യത്തിന് വിഘാതമാകുന്ന ചില കുറവുകളിൽ അവർ ഉള്ളത് യേശുവിനോടുള്ള വിശ്വാസത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ അവർക്കുണ്ടായ വീഴ്ചകളിലൂടെ ഉണ്ടായ കുറവുകൾ ഓരോന്നും അവരിൽ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് അവർക്ക് കാര്യമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിൽ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ അത് തിരുത്താനോ അൺഡു ചെയ്യാനോ പറ്റില്ല. ആ ചെയ്തത് ഇല്ലാതാക്കാനും പറ്റില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം? സഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രബോധനമുണ്ട്. സമരസഭ, വിജയസഭ, സഹനസഭ. വിജയസഭ സ്വർഗത്തിലെത്തിയവരാണ്. സമരസഭ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ്. യേശുവാകുന്ന ശിരസ് ആ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ഒരാത്മാവും സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധാത്മാക്കളും ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവൈക്യത്തിൽ കഴിയുന്നവരെല്ലാം തമ്മിലുള്ള ഈ ബന്ധത്തിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്ക് ലഭിക്കുന്നു. സ്വർഗത്തിലുള്ളവർ തീർച്ചയായും ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുന്നു. അതെന്താണെന്നറിയോ? അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യത ഈ മരിച്ചവർക്ക് വേണ്ടി യാചിക്കുന്നു. ആ യോഗ്യതയിലൂടെ കിട്ടേണ്ട കൃപയിൽ ഇവരുടെ ശുദ്ധീകരണ പ്രക്രിയ വേഗത്തിലാകാനും അവർ സ്വർഗപ്രാപ്തരാകാനും വേണ്ടി ഇവർ മധ്യസ്ഥം വഹിക്കുന്നു. അതിന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്, പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരിക്കലേ ഒരു കുടുംബം അവരുടെ മരിച്ചുപോയ അപ്പന് വേണ്ടി, ഞാൻ ഈ സ്ഥലം ഇവിടെ പറയുന്നില്ല, കേരളത്തിലല്ല, വിദേശത്തൊരു രാജ്യത്തായി സംഭവം ഉണ്ടായത്. മരിച്ചുപോയ അവരുടെ പ്രിയപ്പെട്ട അപ്പന് വേണ്ടി കുർബാന നടത്തുകയാണ്. കുർബാനയിൽ അവർ പങ്കെടുക്കുന്നു. ഒരു ബിഷപ്പാണ് കുർബാന ചെല്ലുന്നത്. അതിൽ പങ്കെടുക്കാൻ കുറേ അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കുടുംബാംഗങ്ങളെല്ലാവരും കുർബാന സ്വീകരിക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു പതിവ്, കുർബാനയിൽ പങ്കെടുക്കുന്നവരെല്ലാം കുർബാന സ്വീകരിക്കും. കുമ്പസാരിച്ച് പാപരഹിതാവസ്ഥയിൽ അല്ലെങ്കിലും കുർബാന സ്വീകരിക്കുന്ന ഒരു പതിവിലേക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ആ സ്ഥലപ്പേരൊന്നും ഇവിടെ പറയാത്തത്. അവർ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് അവർ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഈ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നതുകൊണ്ട് പിതാവ് എന്നെ അവരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ ഈ മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ അച്ഛനെ പിതാവ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ വീട്ടുകാർക്കെല്ലാം എന്നോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്.
അപ്പം ഞാൻ ഇവരോടൊന്ന് പൊതുവായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്ന് കുർബാന ചൊല്ലിക്കുന്ന സമയം മുഴുവനും ഈശോ കണ്ണീരോടെ ഞങ്ങളുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഈ അപ്പച്ചൻ്റെ മകൻ്റെ മകനാണ് ഇതെന്നോട് പറയുന്നത്, അല്ല മകൻ്റെ മകളെ എന്നോടിത് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തായിരിക്കും കാരണം? അച്ചാച്ചനോട് ഞാൻ പറയുകയാണ്, ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് ഇന്ന് കുർബാന സ്വീകരിച്ച ഒരാൾ പോലും യോഗ്യതയോടെ കുർബാന സ്വീകരിച്ചവരല്ല. അവരാരും കുമ്പസാരിച്ച് പാപരഹിതാവസ്ഥയിലല്ല കുർബാന സ്വീകരിച്ചതെന്ന് എനിക്കൊരു വെളിപ്പെടുത്തൽ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി എനിക്കെന്തോ ഇവിടെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ വീട്ടിലെ ബാക്കിയുള്ളവരോടൊക്കെ പതുക്കെ സംസാരിച്ച്, ഓരോരുത്തരോട് സംസാരിച്ച് ഞാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? അപ്പോൾ അവർ പറഞ്ഞു, കുമ്പസാരിച്ചിട്ട് കുറേ കാലമായി. ചിലർ പറഞ്ഞു അങ്ങനെ കുമ്പസാരിക്കാറില്ല. അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചുകൊണ്ട് അപ്പൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാതെ വെറുതെ ചടങ്ങായി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുർബാനയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഫലങ്ങളും അപ്പന് വേണ്ട വിധത്തിൽ കിട്ടുന്നതിന് ഇവർ ഉപകരണങ്ങളാകുന്നില്ല. ഈശോ ആണ് ആ കൃപ കൊടുക്കേണ്ടത്, പക്ഷേ ഇവരിലൂടെ ആ കൃപ അങ്ങോട്ട് ഒഴുക്കി കൊടുക്കാൻ ഈശോ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ട്, ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ബലി അർപ്പിക്കാൻ പണം മുടക്കിക്കൊണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, പിന്നെ ഭിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുക എന്ന് പണ്ടൊക്കെ പറഞ്ഞിരുന്ന വാക്കിൻ്റെ അർത്ഥം പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുക എന്നാണ്. സഹായം അർഹിക്കുന്നവന് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് കൊടുക്കുന്നതിനാണ്, ഈ പാവങ്ങളെ സഹായിക്കുന്നതിനാണ് പറഞ്ഞത്. അല്ലാതെ ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കുന്നതല്ല. കാരണം ഭിക്ഷക്കാർ പലരും അതിൽ ഒരു ജെനുവിനായിട്ട് അത് അർഹിക്കുന്നവരല്ലാത്തത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭിക്ഷ കൊടുക്കേണ്ടെന്നുമല്ല ഞാൻ പറഞ്ഞത്, അതല്ല. നമ്മൾ ഈ പാവങ്ങളെ സഹായിക്കുന്ന കാര്യം ചെയ്തുകൊണ്ട്, പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ജപമാല ചൊല്ലിക്കൊണ്ട് അവർ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ആ വീട്ടുകാർ, ഞാൻ അവരോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും തന്നെ, ഞാൻ അവിടെയുള്ള ഒരു പ്രായമായ അച്ഛനോട് പറഞ്ഞു, ഇവർക്കെല്ലാം കുമ്പസാരിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഇവരെ കുമ്പസാരത്തിന് ഞാനൊന്ന് ഒരുക്കി. ആ വീട്ടുകാർ അന്ന് വൈകിട്ട് ഒരു 5 മുതൽ 7 വരെയുള്ള സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഒരുക്കി. 13 പേരും കുമ്പസാരിച്ചു. അതിനുശേഷം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, ഞാൻ ആ ദിവസം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, പിറ്റേ ദിവസം അവർ വീണ്ടും കുർബാന അർപ്പിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ വീണ്ടും ഒരു സ്വകാര്യ ചാപ്പൽ പോലുള്ള സ്ഥലത്ത് ആ കുടുംബത്തിൽ കുർബാന അർപ്പിച്ച്, അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കുടുംബത്തിൽപ്പെട്ട ആ പെൺകുട്ടി തന്നെ എന്നോട് പറഞ്ഞു, ഈശോ വലിയ സന്തോഷത്തോടു കൂടെ അപ്പച്ചൻ്റെ ആത്മാവിലേക്ക് ഈ കൃപ ഒഴുക്കി കൊടുക്കുന്ന എനിക്ക് ദർശനത്തിൽ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി അവരേത് അവസ്ഥയിലാണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയോ അന്വേഷിക്കുകയൊന്നും വേണ്ട. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ബലിയർപ്പിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി ബലിയിൽ പങ്കെടുത്ത് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജപമാലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ സാധാരണ പറയും, അവരെ അൾത്താരയിൽ എടുത്തു വയ്ക്കുക. 2, അവരെ സക്രാരിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. 3, അവരെ അരുളിക്കയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. 4, ജപമാല മണികൾ ഉരുളുമ്പോൾ അവരെ തമ്പുരാൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക. അൾത്താരയിൽ എടുത്തു വയ്ക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ്, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. സക്രാരിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടില്ലാത്ത പള്ളിയിൽ ചെന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അരുളിക്കയുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന, ആ പ്രാർത്ഥനയിലാണ്. ജപമാല ചൊല്ലിക്കൊണ്ട്, അതുപോലെ സഹായം അർഹിക്കുന്നവർക്ക് അവരെ നമ്മുടെ സമ്പത്തും സമയവും കഴിവുകളും ഉപയോഗിച്ച് സഹായിച്ചുകൊണ്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ നവംബർ മാസത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ മരിച്ചുപോയ എല്ലാവരും, യുദ്ധത്തിൽ മരിച്ചവർ, അതുപോലെ അപകടങ്ങൾപ്പെട്ട് മരിച്ചവർ, പ്രതിക്ഷോഭത്തിൽപ്പെട്ട് മരിച്ചവർ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ഈ ആത്മാക്കളെ എടുത്തുയർത്താം. ആരാധനയിലേക്ക് പ്രവേശിക്കാം.
ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന ഹല്ലേലൂയ 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 ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മനേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മനേ ആരാധന. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ കരങ്ങളിൽ സകല മരിച്ച വിശ്വാസികളെയും ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി, കൂട്ടായ്മകളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ആയിരിക്കാം നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. ആരുടെയും പ്രാർത്ഥന സഹായം ലഭിക്കാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നുള്ളൊരു അപേക്ഷ. പരിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിക്കുക. ജപമാല ചൊല്ലുമ്പോൾ അവരെ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഒരുക്കമില്ലാതെ മരിച്ചവരുണ്ട്. മരണം വരുന്നു എന്നുള്ളത് അറിയാതെ, എപ്പോൾ വേണേലും മരിക്കാമെന്നുള്ള ഒരു സത്യം അറിയാതെ, ഉടനെയെങ്കിലും മരിക്കില്ല എന്നുള്ള ചിന്തയിൽ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതമാണ് നയിച്ചതെങ്കിലും ഒരു പരിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവർ മരണം വരിച്ചു. അങ്ങനെയുള്ളവർക്ക്, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടായെന്ന് വരാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ നമ്മുടെ സഹായം അർഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമാണ്. ഇനിയുള്ള സമയം മുഴുവനും നമ്മൾ അവർക്ക് വേണ്ടി ദിവ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ
തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് മരിച്ചവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികൾക്ക് നിത്യാശ്വാസം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപകടങ്ങളിൽപ്പെട്ട് പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ മരണം വരിച്ച എല്ലാവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ, ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ മോക്ഷപ്രാപ്തരാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരുക്കമില്ലാതെ മരിച്ചുപോയ, അപകടത്തിൽപ്പെട്ട് പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അർഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന എല്ലാ ശുദ്ധീകരാത്മാക്കളും ഈശോയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യതകളാൽ മോക്ഷപ്രാപ്തരാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സകല ശുദ്ധീകര സ്ഥലത്രാത്മാക്കളെയും ശുദ്ധീകരാത്മാക്കളെല്ലാവരെയും പാപപരിഹാര ബലിയുടെ യോഗ്യതകളാൽ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊറോണ രോഗം ബാധിച്ച് മരിച്ചുപോയ കൊറോണ രോഗികളെ ചികിത്സിച്ചും അവരെ പരിചരിച്ചും മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കൾ
ഞങ്ങളുടെ കുടുംബവൃക്ഷ ശാഖകളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ മോക്ഷപ്രാപ്തരാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബവൃക്ഷ ശാഖകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിൽ സ്വീകരിക്കുന്ന, അവരെ വിശുദ്ധീകരിച്ച് സ്വർഗപ്രാപ്തരാക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുദ്ധങ്ങളിൽ മരണപ്പെട്ട, കലഹങ്ങളിൽ മരണപ്പെട്ട, പാപാവസ്ഥയിലായിരിക്കെ ദൈവമേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കാതെ മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കൾ ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ മോക്ഷപ്രാപ്തരാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യുദ്ധങ്ങളിലും തിന്മകളിലും പെട്ട് മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അറിവില്ലായ്മ നിമിത്തം, ആരും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാത്തത് നിമിത്തം, വചനം ശ്രവിക്കാൻ അവസരം ലഭിക്കാത്തത് നിമിത്തം, പാപത്തോടുകൂടെ ഒരുക്കമില്ലാതെ ദിവ്യദാസകൾ സ്വീകരിക്കാതെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ മോക്ഷപ്രാപ്തരാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തെ ഓർത്ത് അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോരാജനെഴുന്നള്ളും മധുര മനോഹര നിമിഷമിതാ, സ്വർഗം ഭൂവിലിറങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് വീണ്ടും ഈ രടികൾ ആവർത്തിച്ച് പാടിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈശോ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആശീർവാദമാണ് ഇപ്പം നൽകുന്നത്.
ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. നിമിഷങ്ങളിൽ ഞങ്ങളെയും സകല മരിച്ച വിശ്വാസികളെയും ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബലികളും പ്രാർത്ഥനകളും കാഴ്ചകളും സ്വീകരിച്ച് ശുദ്ധികരാത്മാക്കളെ സ്വർഗത്തിൽ സ്വീകരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.